അശോക, നീ കാണിച്ച പരമേരുത്തര കേട്ടോ. എടാ അതങ്ങനല്ലടാ. എങ്ങനല്ലെന്ന്? ഇയാളുടെ മകൻ ബൈക്ക് ഇടിച്ച് കയറ്റി ഇല്ലാതാക്കിയ റസാക്ക് നിന്റെ എന്റെയും കൂട്ടുകാരനാ. ദാ ഇവന്റെ വാപ്പായും. എടാ രഘു, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. ഇയാൾ വിളിച്ചിട്ട് പോകാൻ നോക്ക്, അല്ല എന്റെ സമനിലെത്തി ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. എടാ റസാഖിന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യൂടാ. പിന്നെ നീ കാണിച്ചു വിട്ടുന്നതിന്റെ അർത്ഥം എന്തോടാ? എടാ ഇയാൾക്ക് റസീമിനോടൊന്ന് സംസാരിക്കണം, അത്രേ ഉള്ളൂ. ഇനി എന്തോ സംസാരിക്കാൻ? എല്ലാം വരുത്തി വെച്ചിട്ട് അശോക് നീ പോ. സംസാരിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് നീ അല്ലല്ലോ രഘു. പിന്നെ നീ ആണോടാ? റസീമ് പറയട്ടാ. അശോക് നീ എന്റെ സ്വഭാവം മാറ്റരുത്, പറഞ്ഞേക്കാം. രഘുവേട്ടാ, അല്ല മോനെ ഇവൻ രഘുവേട്ടാ നമ്മുടെ അശോകേട്ടനില്ലേ? അല്ലേലും പാപ്പാടെ എല്ലാ കൂട്ടുകാരും രഘുവേട്ടനെ പോലെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പറയക്ക, നിങ്ങൾക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എൻ്റെ മോൻ ചെയ്ത തെറ്റിന് എനിക്ക് യാതൊരുവിധ ന്യായീകരണം പറയാനില്ല. നിനക്കുണ്ടായ ഈ ശൂന്യതയിൽ എൻ്റെ ഒരു വാക്കും മരുന്നാവില്ലെന്നറിയാം. പിള്ളേരല്ലേ, തെറ്റ് പറ്റിപ്പോയി. ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ മോനെ. നീ സമാധാനപ്പെടും. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ സമാധാനമാണ് നിങ്ങളുടെ മോൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൊണ്ടില്ലാതായിപ്പോയത്. അകത്തെൻ്റെ ഉമ്മ ഇരിപ്പുണ്ട്, അവരെ കണ്ണീരിനാര് സമാധാനം പറയും? എൻ്റെ വാപ്പാടെ മയ്യത്ത് അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റാതെ ഗൾഫിൽ പെട്ടുപോയ എൻ്റെ അനിയനോട് ആര് സമാധാനം പറയും? നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വരുന്ന വാപ്പാപ്പായെ കാത്തിരിക്കുന്ന എൻ്റെ മോളോട് ആര് സമാധാനം പറയും? ഇത് പറഞ്ഞതാ എനിക്ക്. നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലേടാ. ഇദ്ദേഹത്തിന്റെ മകനോടുള്ള അവലാതി കണ്ടപ്പോൾ ഞാൻ വിളിച്ചോണ്ട് വന്നത്. നമുക്കൊക്കെ മക്കളുള്ളതല്ലേടാ. എടാ അശോക, 10-12 വയസ്സുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ കാർ ഓടിക്കും ബൈക്ക് ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഗമയിൽ പറയും. പക്ഷെ അവന്മാർ ഇതുമായിട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോഴേ എതിരെ വരുന്നവൻ്റെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ജീവന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഇക്ക, നിങ്ങളുടെ മകനെക്കുറിച്ചുള്ള ടെൻഷനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചതെന്ന് എനിക്കറിയാം. എൻ്റെ വാപ്പായ്ക്കും ഉമ്മായും വാപ്പായും ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടതും അവരുടെ മകനാണ്. ഞാനും എൻ്റെ വാപ്പായും നിങ്ങളും നിങ്ങളുടെ മകനും ഈ സമൂഹത്തിന് ഇനിയൊരു ഉദാഹരണമാണ്. പ്രായമെത്താത്ത കുഞ്ഞുമക്കളൊന്ന് വണ്ടി ചോദിക്കുമ്പോൾ തരില്ല എന്ന് പറയാനുള്ളൊരു ഉദാഹരണം.